സേമിയ പായസം ഉണ്ടാക്കാം. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കി ഇഷ്ടമുള്ള തീർച്ചയായിട്ടും വീഡിയോ കാണാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. വറുത്ത സേമിയ, 1 സ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 kg നെയ്യ്, 1 പാക്കറ്റ് പാല്, 1 കപ്പ് പഞ്ചസാര, പാൽപ്പൊടി 2 സ്പൂണ്, ഉണക്കിയ മുന്തിരിയും കാഷ്യൂ നട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പായസം ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. നമുക്ക് കാഷ്യൂ നട്ടും ഉണക്കി വെച്ചിരുന്ന ഇതിടാം. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഈ വറുത്ത സേമിയയിലേക്ക് 1 കപ്പ് വെള്ളം വയ്ക്കാം. ഞാൻ പറയാൻ വിട്ടുപോകാം. സേമിയ വേവാനാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. ഇനി കുറച്ച് പാൽപ്പൊടി, 2 സ്പൂൺ പാൽപ്പൊടി. കുറച്ച് നേരം നമുക്ക് അടിച്ചു വെക്കാം. തിളക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടിച്ചു വെച്ചിട്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടാവും. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. സേമിയ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം. സേമിയ പകുതി വേവാകുമ്പോൾ പാൽ വെക്കാം. അപ്പൊ നമുക്ക് ഏലക്കായ പഞ്ചസാര ഇടാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.